അപ്പം നമുക്ക് വാർത്താ മഴയിലേക്ക് ഒന്ന് പോകണം. പ്രധാനപ്പെട്ട പത്രങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വാർത്തകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന്. മനോരമയിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം തന്നെയാണ്. പ്രാണഭീതി എന്ന തലക്കെട്ടിലാണ് മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്യുന്നത്. ഇറാൻ TV ആസ്ഥാനത്തും മിസൈൽ വെല്ലുവിളിച്ച അവതാരക. ടെഹ്റാനിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്ക്. ഇസ്രായേലിൽ 8 മരണം കൂടി. ടെല്ലവീവിൽ US നയതന്ത്ര കാര്യാലയത്തിന് കേടുപാട് സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ദേശീയ ടെലിവിഷൻ ചാനൽ സംപ്രേഷണം നടക്കുന്നതിനിടയിലായിരുന്നു ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. ആ മിസൈൽ ആക്രമണത്തിൽ ആ സമയത്ത് അവതാരക ഇറങ്ങി ഓടുന്നുണ്ട്. പിന്നീട് തിരിച്ചു വീണ്ടും അവിടെ വന്നിരുന്നവർ പറയുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ ശബ്ദത്തെ നിങ്ങൾക്ക് അടിച്ചമർത്താനാവില്ല എന്ന വാചകമാണ് അവർ പറയുന്നത്. അതിനുശേഷം അവർ ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലെ ചാനലുകൾ ആക്രമിക്കുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ആ രീതിയിൽ വലിയ ആക്രമണം ഉണ്ടായില്ല. വലിയ ഭീഷണി ഇറാൻ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. 4ാം ദിവസവും അന്യോന്യമുള്ള മിസൈൽ വർഷത്തിൽ പ്രാണഭീതിയോടെ ഇസ്രായേലിലെയും ഇറാനിലെയും ജനങ്ങൾ. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെ ടെല്ലവീവിലെ ജനങ്ങളോട് ഒഴിയാൻ ഇറാനും ആവശ്യപ്പെട്ടു. ടെഹ്റാനിൽ ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് തത്സമയ സംപ്രേഷണത്തിനിടെ ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണമുണ്ടായി. വീണ്ടും ആക്രമിക്കാൻ വെല്ലുവിളിച്ച് അവതാരക സംപ്രേഷണം ആരംഭിച്ചു. ടെഹ്റാൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സയൻസിൻ്റെ കെട്ടിടത്തിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്കേറ്റു. അപ്പോൾ അവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെയൊക്കെ അർമീനിയയിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവരും മാറിയിട്ടില്ല, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പലരെയും അതിർത്തി പ്രദേശത്തേക്ക് മാറ്റുന്നുണ്ട്. വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസി കൃത്യമായി പറഞ്ഞു എല്ലാ പൗരന്മാരും ടെഹ്റാൻ വിടുക എന്നുള്ളതാണ്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേൽ പറഞ്ഞത് ടെഹ്റാൻ്റെയും ഇറാൻ്റെയും വ്യോമ സ്പേസ് മുഴുവൻ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ ഞങ്ങൾ പിടിച്ചു അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഇറാൻ അത് നിഷേധിക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ പകുതി പേജും ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ TV അവതാരകയുടെ വാർത്തയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമുള്ള അവരുടെ ഒരു റിപ്പോർട്ടർ നിൽക്കുന്നതും ആ വാർത്തയും കൊടുത്തിട്ടുണ്ട്. തത്സമയ സംപ്രേഷണത്തിനിടെ TV ആസ്ഥാനത്ത് ബോംബിട്ടു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഒഴിയാഭീതി എന്ന തലക്കെട്ടോടെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അയവില്ലാതെ ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ. സ്വാഭാവികമായും ദേശാഭിമാനിയും പ്രധാനപ്പെട്ട ലീഡ് സംഘർഷം തന്നെയാണ്. ടെഹ്റാനിൽ തീമഴ എന്നതാണ് ദേശാഭിമാനിയുടെ ഒരു ഹെഡ്. മാത്രമല്ല മറ്റൊന്ന് ആശങ്കയുടെ ഒഴിയാതെ ആകാശയാത്ര. ഈ 119 മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിലവിൽ 270 മൃതദേഹങ്ങളാണ്. അതെ, പക്ഷെ അത് ഇനിയും സമയമെടുക്കും തോന്നുന്നു പ്രോസസ്സൊക്കെ. പോര് കടുത്തു എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത പശ്ചിമേഷ്യയിലെ സംഘർഷ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെഹ്റാനിലെ ദേശീയ ടെലിവിഷൻ ചാനൽ ആസ്ഥാനം ആക്രമിച്ച് ഇസ്രായേൽ. റവല്യൂഷണറി ഗാർഡ് രഹസ്യാന്വേഷണ മേധാവി കൊല്ലപ്പെട്ടു. ആശുപത്രി ആക്രമിച്ചു. ഇറാനിൽ മരണം 220 കവിഞ്ഞു. അന്തർദേശീയ മാധ്യമങ്ങൾ 224 എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ കുടുംബ വീടിനും ആക്രമണമുണ്ടായി. ടെല്ലവീവിലെ US എംബസിക്ക് കേടുപാട്. 8 പേർ കൂടി മരിച്ചു. ഇസ്രായേലിൽ മരണം 24 എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും മാധ്യമത്തിലെയും വാർത്ത പ്രധാനപ്പെട്ട ലീഡ് വാർത്ത അത് തന്നെയാണ്. ഇനി ഇതൊഴിച്ചു നിർത്തിയാൽ പശ്ചിമേഷ്യ കഴിഞ്ഞാൽ പ്രധാന വാർത്തയായി മനോരമ കൈകാര്യം ചെയ്യുന്നത് സെൻസസ് വിജ്ഞാപനമായി. ജാതി സെൻസസിൽ വിവാദം എന്നുള്ളതാണ്. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസാണ്. കേന്ദ്ര സർക്കാർ സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയപ്പോൾ ജാതി സെൻസസിൻ്റെ കാര്യം പ്രത്യേകം പരാമർശിക്കുന്നില്ലെന്ന് കോൺഗ്രസിൻ്റെ ആരോപണം. എന്നാൽ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ജാതി സെൻസസും ഒപ്പം നടത്തുമെന്നും കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണെന്നും ആഭ്യന്തര മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെലങ്കാന മാതൃകയിലുള്ള ഒരു സെൻസസ് നടത്തണം എന്നുള്ളതാണ്. തെലങ്കാനയിൽ ഈ സെൻസസ് സർവേ റിപ്പോർട്ടിൽ ഓരോ ജാതി വിഭാഗത്തിൻ്റെയും സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയെക്കുറിച്ചുള്ള കണക്കെടുപ്പുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ വേണം ഇവിടെയും സെൻസസ് നടത്താനെന്നാണ് ജയറാം രമേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും വലിയ വാർത്തയായി മനോരമ ആദ്യ പേജിൽ കൊടുക്കുന്നു. മാതൃഭൂമിയിൽ പശ്ചിമേഷ്യ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ ഈ ആകാശത്ത് ആശങ്ക എന്ന് പറഞ്ഞ തലക്കെട്ടോടെ ഒരു വാർത്തയുണ്ട്. ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് തിങ്കളാഴ്ച രാവിലെ 9:00 പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക പ്രശ്നം കാരണം 1.5 മണിക്കൂറിന് ഉള്ളിൽ തിരിച്ചിറക്കി എന്നുള്ള മഴ വാർത്തയും ഉണ്ട്. ഇന്നലെ നമ്മുടെ ജെയ്സൺ ചാമുളപ്പിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള യാത്രയിലെ മന്ദമായിട്ടാണ് നീങ്ങുന്നത് അല്ലേ? അപ്പോൾ അത് ഒരു രക്ഷയുമില്ല. വലിയ ബ്ലോക്കാണ്. മണിക്കൂറുകളോളം ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ ഈ പാലക്കാട് തൊട്ട് എറണാകുളം വരെ എത്തണമെങ്കിൽ മിനിമം ഒരു 6, 7, 8 മണിക്കൂർ ഉറപ്പായിട്ട് 2-3 മണിക്കൂർ കൊണ്ട് എത്തേണ്ടതാണ്.
അപ്പോൾ അനങ്ങാതെ ഫയർ എഞ്ചിനുകൾ, അനങ്ങാതെ അധികൃതരും എന്ന തലക്കെട്ടിലാണ് മലയാള മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാണിയമ്പാറയിൽ, കല്ലിടിക്കൽ, മുടിക്കോട്, ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, ചിറങ്ങര ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലോക്ക് ഒരു പരിധി വരെ നോക്കിയാൽ, പക്ഷെ ആ മഴ പെയ്തുള്ള കുഴിയും മറ്റുമൊക്കെ ആകുമ്പോൾ അതാണ് പ്രത്യേകിച്ച് പാലക്കാട് എറണാകുളം ദേശീയപാതയിൽ തൃശ്ശൂർ മേഖലയിലെ യാത്രാസ്തംഭനം അതിരൂക്ഷം എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എന്താണ്? മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ നമുക്കൊന്ന് നോക്കാം. ജമാഅത്തെ വിഷയമടക്കം നിലമ്പൂരിൽ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ദേശാഭിമാനി ആത്മവിശ്വാസവും ആശ്വാസവും പകർന്ന് ഈ എന്താ പറയുക, ഈ പഹൽഗാം ഭീകരാക്രമണമൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. ശരി. ഈ പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുള്ള ഇന്ത്യ പാക് സംഘർഷവും ജനജീവിതത്തെ ഏതെല്ലാം വിധം ബാധിച്ചുവെന്ന് നേരിൽ മനസ്സിലാക്കുന്നതിനായി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ സംഘം കശ്മീരിലെത്തിയതും തുടർന്നുണ്ടായ ഡെവലപ്മെന്റ്. മാധ്യമത്തിൽ സെൻസസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് എഡിറ്റോറിയൽ ചെയ്തിരിക്കുന്നത്. ജനത്തിന്റെ കണക്കെടുത്തത് കൊണ്ടായില്ല, വിഭവ വിതരണം ആവശ്യാനുസൃതം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശരിയായ സ്ഥിതി വിവരം ആവശ്യമാണ്. എന്നാൽ ഇതിനെ അവലംബിച്ച് തന്നെയാണോ ഭരണം കൈയാളുന്നവർ കാര്യങ്ങൾ നടത്തുന്നത് എന്നതാണ് മാധ്യമം ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ